എന്താ പേര്? ദാമോദരനും നാഗരാജ്. ഇതിൽ ആദ്യം തീയിട്ടിട്ട് പിന്നെ ബാത്റൂം വെള്ളം ഒഴിക്കും. വെള്ളം വെച്ചിട്ട് അത് തിളപ്പിക്കാം. തിളപ്പിക്കാൻ വിടും. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പുല്ലെടുത്ത് വാരി മൊത്തം ഇത് ബില്ലായി. പുല്ല് എവിടെ ഇടും? ഇതിനകത്തിടും. ഇതിനകത്ത് ഇതിനകത്തിട്ടു. ഓക്കെ. അപ്പോൾ വെള്ളം എവിടെയാണ് ഒഴിക്കുന്നത്? ഇതിനകത്ത് തന്നെ വെള്ളം ഒഴിച്ച് അതിനകത്ത് പുല്ല് ഇടും. പുല്ലിടും. മറ്റേ ഇത് പിന്നെ കഴിഞ്ഞാൽ ഇത് ശരിക്കും ഇത് മൂടി വെക്കണം. ഇത് ആവി പുറത്തൊക്കെ പോകാത്ത രീതിയിൽ അടച്ചു വെക്കും. മറ്റേ ചാന്തൊക്കെ കൊടുത്ത് എന്നിട്ട് ഈ പൈപ്പിലൂടെ ഈ റിങ്ങിലൂടെ തിരിച്ചിട്ട് താഴെ പോകും. ഇവിടെ വെള്ളം വേണം, എനി ടൈം വെള്ളം വേണം, എപ്പോഴും വെള്ളം വേണം. ഇതിനകത്ത് ഇവിടെയാണ് വരുന്നത്. ഓക്കെ. ഈ വെള്ളത്തിനകത്ത് ഈ ഓവിൽ കൂടെ വെള്ളത്തിൽ കൂടെ തണുക്കും അതല്ലേ? വെള്ളം തണുത്ത് വരും. ഓക്കെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ടൈലും ഏറ്റവും ടോപ്പിലും പിന്നെ നടുക്ക് മട്ടിയും ഏറ്റവും ലാസ്റ്റ് വെള്ളവും. വെള്ളം ഇത് ഈ വഴി കൂടി ഇങ്ങനെ ചാടി പോകും, പുറത്തേക്ക് ചാടി പോകും. അപ്പൊ തൈലം ഏറ്റവും മുകളിൽ, തൈലും മേടിച്ച് തന്നെ കിടക്കും. ഓക്കെ. പിന്നെ അങ്ങനെ പതിയെ പതിയെ കോരിയെടുക്കും. അങ്ങനെ അത് പുൽത്തൈലം ശേഖരിക്കുന്നത് 250 മില്ല. 1 കിലോ എത്ര? 4 കിലോ പുല്ലിട്ടാലേ 1 ചെമ്പിട്ട. ഓക്കെ സാറേ, ഇതുപോലെ പക്കറ്റിൽ നമ്മൾ ഒരു 4 ലിറ്റർ ഉള്ളിടത്ത് ഒരു 2 തുള്ളി ഒഴിക്കണം. അതുകൊണ്ട് നല്ലപോലെ മിസ്സാക്കിയതിനു ശേഷം നമ്മുടെ വീടൊക്കെ പുറത്തേക്ക് തുടച്ചു കഴിഞ്ഞാൽ ഈച്ച സൈഡ് ഉറുമസാലും മാറ്റസാലും കൊതുസാലും ഒന്നും കാണില്ല. മാത്രമല്ല പുൽത്തല്യത്തിന് ഉപയോഗം നമുക്ക് ഉണക്കു ചതവോ മുട്ടുവാനേക്കും ഡയറക്റ്റ് തയ്ക്കാം. പക്ഷെ കണ്ണിൽ അവർക്ക് വീട്ടിലെ കൊച്ചുങ്ങളിൽ കൊടുക്കാനും പാടില്ല. ചെറിയ കുട്ടികളെ കൊടുക്കുമ്പോൾ അത്രയും പാടുള്ള സാധനമാണത്. ശരി. എത്രത്തോളം പുള്ളിയായിട്ട് 2.5 മണിക്കൂർ തീയോട് വർക്ക് ചെയ്താലും ഒരു 700 മില്ലി ഞങ്ങൾക്ക് കിട്ടുള്ളൂ.